നമസ്കാരം. ഇതിലെ കഥയും കഥാപാത്രങ്ങളും മരിച്ചവരായിട്ടോ ജീവിച്ചവരായിട്ടോ സാമ്യമുണ്ടെങ്കിൽ ഇത് തികച്ചും യാദൃശ്ചികം മാത്രം അല്ല. ആ വന്ന് ഇവന് വേറെ പണിയൊന്നുമില്ല. ഡ്രാമട്ടറിയില്ല. മിക്കവാറും ഈ പണിയെ ഞാനിത് കൊള്ളും. നോക്കിക്കോ. വിഷമില്ല. അയ്യന്റെ മോനെ. പോയി പോയി. 2,000 years later. കുണ്ടിയാണ് ഇതൊക്കെ ആരാട്ട പഠിച്ചു വിടുന്നത് അടുത്തത് അതെന്താ എന്ത് കഥ? കഥയോ ആട്ടക്കഥ പഠിച്ചോന് കിയാമത്ത് നാളായോ? സുലൈമാനെ നീ അത് കേട്ടാ? പോയി നിസ്കരിച്ചോ? ഞാൻ സുബൈക്കല്ല നിസ്കരിച്ചതോ. അടച്ചോനെ അപ്പൊ ഞാൻ മൂഞ്ചിയല്ലോ. മോളെ പാർത്തോല്ലത് കാണാൻ നാളെ മുതലേ അമ്മയുടെ കൂടെ ഞാനും പോകുന്നുണ്ട് കുടുംബശ്രീക്ക്. 4 പുള്ളി പറ്റി 1000 രൂപ കിട്ടും. അതിൽ 500 ഇന്നക്ക് 500 അങ്ങനെയല്ല, മൊത്തം വേണം. ഇവളെന്ത് തൊന്നരപ്പാടാണ്. തരൂല കരയല്ലേ ചേട്ടായി ചുമ്മാ പറഞ്ഞതാ. തെറ്റിപ്പോണ ഇവളെ കൊണ്ടൊരു കാര്യം. നമ്മുടെ അറിയാമോ? അമ്മയോട് പറഞ്ഞേക്ക് ഞാൻ പോവാണ്. ഞാൻ പോയിട്ട് വരാട്ടോ. പൈസ മൊത്തം നീ പൈസക്ക് ചോദിച്ച നിന്നെ പിടിച്ചാൽ ഞാൻ ജോസിന് കൊടുക്കും. മീശ എടുക്കണ്ടായിരുന്നു. ഇപ്പൊ ഒരുമാതിരി LG TV പോലെയായി. ഒരു ശാരിയും കൂടി ഉണ്ട്. ഷെറ്റായനെ. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ പോയെന്ന ചില്ലറ ഇട്ടു. ദൈവമേ, ഓയിൽ റൂം എടുത്തത് പണിയായ. ഇതല്ലല്ലോ. എന്താ പേര് പെണ്ണ്? എനിക്ക് ഇതെന്താണ് എന്റെ സുണ്ണാമണി എന്തെങ്കിലും വളർന്നിരിക്കണ? ശരിയാക്കണം. ദൈവമേ, വിശ്വയുടെ മ്യൂസിക്കല്ലേ കേട്ടത്? ഇവർക്കൊന്നും ചെവിയും കേട്ടൂടെ? അമ്മോ, വിശ്വയുടെ പുതിയ പാട്ടിറങ്ങി. ഓടിക്കോ മക്കളെ, വിശ്വയുടെ പുതിയ പാട്ട്. എല്ലാരും നോക്കിട്ടൊക്കെ ഓടട്ടാ. കെട്ടിപ്പോയി. അല്ലോ, നാറിയിട്ട് വയ്യ. ഞാനിതാ എത്തിയടാ കൊച്ചുപ്പറപ്പാ. യൂട്യൂബൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ലതാ. അമ്പാനിയതൊന്ന് ഓഫ് ചെയ്യ്. അതെ അമ്മനെ ഓഫ് ചെയ്യും. കണ്ടിട്ട് എനിക്ക് എന്റെ പേടിയാവും. എന്നിട്ട് നാട്ടിലേക്ക് മെസ്സേജ് അയച്ചു. നമുക്കിത് അവസാനിപ്പിക്കണം. പള്ളി കമ്മിറ്റി പറഞ്ഞേക്കണതേ നോമ്പിന് മുന്നേ ശൈത്തന്മാരെ ഇവിടുന്ന് ഓടിപ്പിക്കണമെന്ന്. അല്ലേ പള്ളിന്ന് ചോറ് കിട്ടൂലെന്ന്. നോക്കിക്ക് എല്ലാരും കൂടിയാ. ചോറ് കിട്ടില്ല എന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ല വേണ്ട. എങ്ങോട്ടാ? ഞാൻ പോയിട്ട് പള്ളിയില് ചെമ്പെടുത്തോണ്ട് വരാം. നിങ്ങളുടെ ഒക്കെ കുണ്ടി. ഇങ്ങനെ 2 ദിവസമായിട്ട് താരം വലിച്ചിട്ട് കിട്ടണില്ലല്ലോ. 2 ദിവസമായിട്ട് ഞാൻ ആകെ മൂഞ്ചി തെറ്റി കിടക്കുകയാണ്. നാട്ടില് കേട്ടിട്ട് എന്റെ പെമ്പിള്ള എന്റെ കുട്ടികളും കോമയിലല്ലേ എന്റെ പെൺപിള്ള ഇട്ടിട്ട് പോയി. അപ്പളാ എന്റെ മാത്രല്ല എല്ലാവരുടെ അവസ്ഥ മോശമാണ്. അവസ്ഥ മോശമായിട്ടാണ് നീ ചോറിന് അടി ഉണ്ടാക്കണേ. ഇറച്ചി ചോറാണോ? അതെ ശരിക്കും ഇറച്ചി വേറെ ചോറ് വേറെ. വേണമെങ്കിൽ പ്ലേറ്റ് വേണം, പക്ഷെ അവക്ക് കൊടുക്കണ്ട. നോക്കണ്ടടി കുണ്ടി കണ്ടെത്തി നിനക്ക് തരൂല. നീ ആരാണ്ടി നിന്റെ കണ്ണി ഞാൻ കുത്തി പൊട്ടിക്കും. എല്ലാരും നിർത്തിക്ക്. ചോറൊക്കെ ഞാൻ വാങ്ങിത്തരാം. നിങ്ങളുടെ ശൈതാന്മാരൊക്കെ തീരുമാനമാക്ക്. എന്താ അത്? ഹലോ, എന്നെ ഓർമ്മണ്ടോ? എന്നെ അകത്തേക്ക് കയറ്റിവിടെ. എനിക്കൊരു കാര്യം പറയാണ്ട്. വേടനല്ല, ഡബ്സിയാണോ? ഡബ്സിയല്ല. ബേബിജീനാണോ? ബേബിജീനല്ല. റാപ്പർമാരൊക്കെ തുടക്കം എവിടെയെന്ന് ആർക്കെങ്കിലും അറിയോ? റാപ്പർമാരെ തുടക്കോ? അതെ, ഇതിനൊക്കെ ഒരു തുടക്കണ്ട്. അത് തുടങ്ങി വെച്ച ശൈത്താനിപ്പൊ എവിടെയോ സുഖമായിട്ട് നിക്കുക. ആ ശൈത്താനെ പിടിച്ച് തീർത്താ നമ്മുടെ നാട് രക്ഷപ്പെടും. പറയുന്നത് എന്താന്ന് വെച്ചാല് ഇതിന്റെ ആദ്യത്തെ ആളെ കണ്ടുപിടിച്ചിട്ട് അതന്നെ ഒബാമക്ക് കാര്യം മനസ്സിലായി. ഞങ്ങൾക്കും മനസ്സിലായി. ആളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ പ്രശ്നം എന്താ വെച്ചാ
ആളിപ്പൊ ജീവിച്ചിരിപ്പുണ്ടൊന്നും അറിയില്ല. കൊറേ വർഷായി. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഉഷാറാക്കെന്ന് വന്ന് പറഞ്ഞിട്ട് പോയതാ. പിന്നെ എവിടെയാണെന്തോ. ആ സാൻഡ്വിച്ച് നല്ലതാണോ? ഞാൻ എടുക്കണ്ടാ, എനിക്ക് വിശന്നിട്ട് വയ്യ. നീ കുറച്ച് മുന്നേ വരികയാണ് നല്ല ഇറച്ചിച്ചോറ് കിട്ടായിരുന്നു. ഇതെല്ലാം ഒരാശ്വാസായി. ഇറച്ചിച്ചോറിന്റെ കഥയൊക്കെ ഞാൻ പുറത്തുനിന്ന് കേട്ടതാ. അത് വിട്ട് പിന്നെ പറഞ്ഞെന്താ വെച്ചാലേ, ഇതൊരു മണി ചെയിൻ പോലെയാണ്. ഇത് ഒരു വാണ ഇറങ്ങി അതിന് താഴെ വേറെ 2 വാണ ഇറങ്ങും. അതിന്റെ താഴെ വേറെ 4 വാണം. ഇങ്ങനെ വാണങ്ങളെ കൊണ്ട് ഏറും കളിയാ. നമുക്ക് ആദ്യത്തെ വാണത്തെ തീർത്താ ഒക്കെ തീരും. അപ്പൊ ഇതാണ് എന്റെ പ്ലാൻ. അതൊക്കെ സമ്മതിച്ചു, പക്ഷെ നീ ഇപ്പോഴും ആളെ പറഞ്ഞില്ല. നോക്കേ, ആളെങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. അതിപ്പോ എന്താന്ന് വെച്ചാല് ഞാൻ പറയാം. മല്ലു ട്രാവലർ. എനിക്കും ആദ്യം തോന്നിയതാ അവൻ തന്നെ ആയിരിക്കും. എന്നിട്ട് അവനിപ്പോ എവിടെ ഉണ്ട്? ഇല്ല, അവിടെ ഇപ്പൊ ഇല്ല, അവിടുന്ന് സ്ഥലം മാറിയിരിക്കണം. എർത്ത് 121 അവന്റെ മണിച്ചേന് പൊളിഞ്ഞപ്പോള് അവൻ എർത്ത് 112 മാറി. അവിടെയാ ഉള്ളത്. അവിടെ ഉണ്ടെന്ന് ഉറപ്പല്ലേ? അവനെന്താണ് ഡാൻസ് കളിക്ക്. എന്നാ ശരി, എല്ലാരും പോവാൻ റെഡി ആയിക്കോ. അതെ, ഇന്നവന്റെ അവസാനായിരിക്കണം. എല്ലാരും 50 കവറെടുത്ത് കൈ പിടിച്ചിട്ടില്ലേ? പിടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ എടുത്തിട്ടില്ല. ഞാനും. നിങ്ങളൊക്കെ തീർന്നു മക്കളെ. ഇത് പ്രശ്നേഷിന്റെ വണ്ടിയാ. ഇതാ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അവന്റെ പാട്ടല്ലേ കേക്കണേ? ഞാൻ പെട്ടെന്ന് നോക്കിട്ട് വരാം. All the way from the Malabar Mountains to the river to the sea. And this is my story. Unstoppable എന്നൊരു യാടി സ്കൂൾ റോക്ക് ഞാൻ 20 പാതി അടിവെക്കാൻ അറിയണ മുന്നേ അറബിക്കടലും കടന്ന അബുദാബി. ഞാൻ പോയി നോക്കി, അവിടെ അവനല്ലാണ്ട് വേറെ ആരുമില്ല. പക്ഷെ ഇത്ര ഒറ്റക്കുള്ളൂ. ഇപ്പൊ കിട്ടിയ ചാൻസ് ആണ്. എനിക്കാണ് മുട്ടേറ്റ് വയ്യ. വെക്കടാ വീട്. നന്ദി പല വാക്കിനും പഴിവാക്കിനും. എന്റെ പേര് പെണ്ണ്